പാർപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയും കണക്കിലെടുക്കുമ്പോൾ ഏതൊരു രാമന്റെ അങ്കുലീയമാണോ ശിരസിൽ ധരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ ഭക്തന്, ഏതൊരു സീതാദേവി എന്ന് പറയുന്ന രാമഭഗ്നി, അതായത് വിദ്യയുടെ ദേവത, ആ ദേവതയെ കാണാനാണ് യോഗം കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം എന്താണ് മഹത്വം ഈ പറയുന്ന രാമഭക്തന്റെ, ഈ പറയുന്ന ഹനുമാന്റെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ നല്ലത്. സീത എന്ന് പറയുന്ന പദം തന്നെ ഉണ്ടായത് സീതയിൽ നിന്നുണ്ടായത് കൊണ്ടാണ്. കഥകൾ കേട്ട് നിങ്ങൾ വാസ്തവത്തിൽ ഉറപ്പിക്കേണ്ട സംഗതികളാണ്. എത്ര വർഷമായി ഈ പറയുന്ന സനാതന ഒരു സംഘടന, ഈ പറയുന്ന തൃപ്രയാറ് വർഷം തോറും നടത്തി വരുന്ന പ്രഭാഷണ പരമ്പര, എത്രയെത്ര വർഷങ്ങളായി നമ്മൾ ഈ പ്രഭാഷണങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളോ ഭാവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം കേട്ടിട്ടും നമ്മൾ ദൃഢമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എന്താ എത്താത്തത്? നമ്മൾ വാസ്തവത്തിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടില്ല, അറിവ് അല്ലെങ്കിൽ അറിയാം, പുസ്തകത്തിലൂടെ കിട്ടിയ അറിവല്ലെന്നാണ് നോക്കൊണ്ട്, പക്ഷേ നമുക്കത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എന്തേ ഇതിന് കാരണം? കേട്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്ക് പുസ്തകജ്ഞാനത്തെക്കാൾ മസ്തകജ്ഞാനം വേണം എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടോ? രണ്ടു വാക്കുകൾ, പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും. പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് വായിച്ച് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞിങ്ങനെ പഠിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ തലയിൽ കയറുന്നില്ല എങ്കിൽ, അപ്പൊ അറിവ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അറിഞ്ഞു എന്നിങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും തലയിൽ കയറാത്തൊരവസ്ഥയാണെങ്കിൽ അതിനെ അറിവ്, ജ്ഞാനം എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ പുസ്തകജ്ഞാനമാണ്, കേട്ടുകേൾവിയാണ്, പറഞ്ഞറിവാണ്. അതിന് നല്ലൊരു പദം നമ്മുടെ സനാതന മാർഗത്തിലുണ്ട്. അതിന്റെ പേരാണ് പരോക്ഷജ്ഞാനം. കേട്ടിട്ടുണ്ടോ? പരോക്ഷജ്ഞാനം, പരോക്ഷം, ഇൻഡയറക്റ്റ്. നമുക്ക് നേരിട്ടറിവില്ല, പറഞ്ഞു കേട്ട് ഉള്ള അറിവേ ഉള്ളൂ. അത് പരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം മാത്രം പോരാ എന്ന് നിർബന്ധിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടേത്. നമുക്ക് അപരോക്ഷജ്ഞാനം വേണം. അതുകൊണ്ടാണ് അജ്ഞാനത്തിന് 7 തലങ്ങൾ പറയും, ജ്ഞാനത്തിനും 7 തലങ്ങൾ പറയും. ജ്ഞാനത്തിന്റെ 7 തലങ്ങളാണ് ശുഭേച്ഛ, വിചാരണ, വെറുതെ കേട്ടാൽ മതി. ശുഭേച്ഛ, വിചാരണ, തന്മാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവിനി, തുരീയ, ആനന്ദം. അപ്പൊ ഇത്തരത്തിൽ 7 സ്റ്റെപ്പുകൾ നമ്മൾ ജ്ഞാനത്തിന്റെ സോപാനങ്ങളായിട്ട് കാണുമ്പോൾ, അതിന്റെ താഴത്തേക്ക് അജ്ഞാനത്തിന്റെ 7 സോപാനങ്ങളായിട്ട് അജ്ഞാനം, ആവരണം, വിക്ഷേപം, പരോക്ഷ ജ്ഞാനം, അതുവഴിയിട്ട് അപരോക്ഷ ജ്ഞാനം, പരോക്ഷത്തിന്റെ ഓപ്പോസിറ്റ് അപരോക്ഷ ജ്ഞാനം, സങ്കട നിവർത്തി, പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവായി. എന്നിട്ട് ഒടുവിൽ കിട്ടുന്നത് അതിഹർഷം, തുരിയ പോലെ തന്നെ. അപ്പൊ മേൽപോട്ടേക്ക് 7 സ്റ്റെപ്പ്, താഴത്തേക്ക് 7 സ്റ്റെപ്പ്, അങ്ങനെ 7 7 14 സ്റ്റെപ്പ്. ഇതാണ് 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളാണ് ഈശ്വരന്റെ ശരീരം. നിങ്ങൾ ഈ പറയുന്ന രാമായണമാണ് കേൾക്കുന്നത് എങ്കിൽ കൂടി അടിച്ചുറപ്പിക്കണം. കാരണം ഈ എഴുത്തച്ഛൻ ഇതെല്ലാം തന്നെ പാടി പുകഴ്ത്തി പോകുന്ന രാമായണം, അധ്യാത്മരാമായണം, അതിനൊരു പ്രത്യേകതയുണ്ട്. തുടക്കം മുതൽ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നത്? ആനന്ദത്തിന്റെ, അദ്വൈതത്തിന്റെ, അറിവിന്റെ എല്ലാം തന്നെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന സംഗീതമാണ് ഈ അധ്യാത്മരാമായണം. എഴുത്തച്ഛൻ ഒന്നും വിടാതെ നമുക്ക് കിട്ടേണ്ടതെല്ലാം തന്നെ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെയും വിദ്യ എന്ന് പറയുന്നത് 2 തട്ടിൽ നിൽക്കുന്നു. ഒന്ന് വിദ്യ, മറ്റൊന്ന് അവിദ്യ. ലളിതാ സഹസ്രനാമത്തിൽ വിദ്യ, അവിദ്യ, സ്വരൂപിണി എന്ന അമ്മയെ പറ്റി പറയും. കാരണം എന്താ? 2 മുഖങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും 2 മുഖം ഉണ്ട്, ഒന്ന് മുൻപിലും ഒന്ന് പിൻപിലും. അല്ലെങ്കിൽ 2 മുഖങ്ങളെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ, കറുത്ത വാവ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയുമായിട്ട് കറുത്ത വാവ്. ഈ കറുത്ത വാവ് എന്ന് പറഞ്ഞാൽ ഇരുണ്ടിരിക്കുന്ന ചന്ദ്രനാണ്. പക്ഷേ മറുപുറം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നിപ്പോൾ നമുക്ക് കറുത്ത വാവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡില് അത് വെളുത്ത വാവാണ്. അപ്പൊ പൗർണമി എന്ന് പറയുന്നത് ഒരു മുഖം, അമാവാസി എന്ന് പറയുന്ന ഒരു മുഖം. അങ്ങനെ 2 മുഖങ്ങൾ നമുക്ക് ദേവിക്ക് കൽപ്പിക്കുമ്പോൾ ഒന്ന് വിദ്യയും മറ്റൊന്ന് വിദ്യയുമാണ്. അതാണ് ലളിതാ സഹസ്രനാമത്തിലെ വിദ്യ സ്വരൂപിണി. നമുക്ക് എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമുക്ക് അവിദ്യയിലൂടെ പോകണമെങ്കിൽ അങ്ങനെ പോകാം, അജ്ഞാനത്തിലൂടെ പോയിട്ട് നമുക്ക് അന്ധകാരത്തെ തപ്പിത്തടയാം. അങ്ങനെ എല്ലാ തരത്തിലും ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് നമുക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ തിരിച്ചു പോരാം. അത് വേണമെങ്കിൽ അങ്ങനെയാകാം. അല്ല, വിജ്ഞാനത്തിന്റെ പാതയിലൂടെ പോകണമെങ്കിൽ അവിടെ ശുഭേച്ഛ മുതലുള്ള ഓരോരോ ഈ പറയുന്ന തട്ട് അതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് സോപാനങ്ങൾ കടന്നു കയറി അവിടെയും നമ്മൾ എത്തിച്ചേരുന്ന തുരിയ എന്ന് പറയുന്ന ആനന്ദത്തിലാണ്. അപ്പൊ ഇത്തരത്തിൽ ആനന്ദത്തിൽ ആറാടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന വിദ്യ, അതിന്റെ ദേവതയാണ് സീത. അവിടെ വാസ്തവത്തിൽ ഒഴിവുചാലിൽ നിന്ന് കിട്ടിയെന്നല്ലേ പറയുന്നത്. നമ്മളിവിടെ ഒഴുതട്ടെ എന്ത് കിട്ടി?
ഉഴാതെ കിടക്കുന്ന കുറേയധികം പാടങ്ങൾ ഇപ്പോൾ കണ്ടു. പോരുന്ന വഴിക്ക് വെള്ളക്കെട്ടുള്ള ഈ തോടുകളും അതുപോലെ തന്നെ നിറഞ്ഞ് ഇങ്ങനെ കവിഞ്ഞൊഴുകിയിട്ട് വണ്ടി കൊണ്ടുപോരാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളും കണ്ടു. എന്താ ഇങ്ങനെ കിടക്കാൻ കാരണം? അതെല്ലാം തന്നെ അഹല്യ ആയതുകൊണ്ടാണ്. എന്താ അഹല്യ? ഹലം ചെല്ലാത്തത്, ഹലം കലപ്പ. അപ്പൊ ഈ കലപ്പ ചെല്ലാത്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഊഷരഭൂമിയായി, കാടും മണലും നിറഞ്ഞ് അവിടെ മുഴുവൻ ഈ പറയുന്ന കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അത്തരത്തിലുള്ള പ്രദേശത്ത് വെള്ളക്കെട്ടും വന്നതോടുകൂടിയൊക്കെ ചീന അഴുകിപ്പോവും. ഇങ്ങനെ നശിച്ചൊരവസ്ഥയിൽ നിന്ന് രാമനല്ലേ അവിടെ ഉദ്ധരിച്ചിട്ട് അതിനെ ഫലഭൂയിഷ്ടമാക്കി കല്ലായി കിടന്ന അഹല്യയെ ഉദ്ധരിച്ചിട്ട് സുന്ദരിയാക്കിയത്? ചിന്തിച്ചു നോക്കൂ. 2-3 കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടുവരിക. രാമാവതാര കാലത്തെ ഏതൊരു രാമനാണോ, രാമന്റെ നിർദ്ദേശപ്രകാരമാണോ ലക്ഷ്മണകുമാരൻ ശൂർപ്പണഖ എന്ന് പറയുന്ന രാവണ ഭഗിനിയെ വിരൂപയാക്കിയത്, അവൾ ജനിക്കുന്നുണ്ട് കൃഷ്ണാവതാര സമയത്ത് 3 വളവുള്ള ഒരു കൂരിയായിട്ട്, കുബ്ജയായിട്ട്, കംസന് ഈ അംഗരാഗം സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ത്രീയായിട്ട് അവളെ കാണുന്നുണ്ട് ഭഗവാൻ. ഈ അക്രൂരന് വന്നിച്ചിങ്ങനെ പോകുമ്പോൾ ഭഗവാൻ അവളെ കാണുമ്പോൾ അംഗരാഗം മുഴുവൻ ഭഗവാന് കൊടുക്കുന്നു. ഭഗവാനും കൂടെയുള്ള ബലരാമനും അവരെ രണ്ടുപേരെയും കണ്ടിട്ട് എന്തെന്നില്ലാത്ത സന്തോഷം. അവർ നിറഞ്ഞു നിൽക്കുന്ന ഈ കുബ്ജ, ത്രിവക്ര അല്ലെങ്കിൽ 3 വളവുള്ള കൂനി, ഇതെല്ലാം തന്നെ അവർക്ക് കൊടുത്തപ്പോൾ ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? പതുക്കെ അവളെ പിടിച്ചു നിർത്തി, കാലും മേൽ വലത്തെ കാലം കൊണ്ടൊന്ന് ചവിട്ടി. അത് നിങ്ങളുടെ ഭാവത്തിൽ കാണുന്ന ഒരു ഭാവന. ഇങ്ങനെ 3 വളവുള്ള, ഇങ്ങനെ ഇരിക്കല്ലേ 3 വളവ്, ആ കാലിന്റെ ഭാഗത്തെ രണ്ടും കൂടി ഇങ്ങനെ ചവിട്ടി, ഇടത്തെ കൈ കൊണ്ട് മുതുകിൽ ഇങ്ങനെ പിടിച്ചു, താടിക്കിട്ടൊരു തട്ടു കൊടുത്തു. അപ്പൊ എന്തായി? 3 വളവെല്ലാം തന്നെ നിലനിന്നിട്ട് നേർവര പോലെയായില്ലേ? ഇവളിലുള്ള 3 വളവ് എന്ന് പറയുന്നത് ശരിക്കും കറുപ്പ്, ചുവപ്പ്, വെളുപ്പ്, താമസം, രാജസം, സാത്വികം, അങ്ങനെയുള്ള 3 വളവുകളെ വളരെ നേരെയാക്കി എന്ന് പറയുമ്പോൾ വിരൂപയാക്കി തീർത്ത ശൂർപ്പണഖയുടെ പുനർജന്മത്തിൽ അവളെ സ്വരൂപയാക്കുന്നത് ഭഗവാനാണ്. അപ്പൊ എല്ലാ തരത്തിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നമുക്കുണ്ടാകേണ്ട നേട്ടങ്ങളാണ് ഈ പറയുന്ന വിദ്യ. അത് നല്ലപോലെ ഉണ്ടാകണം. ഉഴുതുമറിച്ച ചാലിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറയുന്ന പ്രജ്ഞാനം, ജ്ഞാനം, അതാണ് വാസ്തവത്തിൽ സാക്ഷാൽ സീതാദേവി. അതുകൊണ്ടാണ് രാമന് പോലും അത് കിട്ടാനായിട്ട് എന്തോരം പാട് കഴിക്കേണ്ടി വന്നു. ആ രാമനെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാം. ആ രാമൻ ഇവിടെ തൃപ്രയാർത്തേവരെ, അദ്ദേഹം വാസ്തവത്തിൽ ഞങ്ങൾ പോകുന്ന വഴി അതിലൂടെയാണ് ആറാട്ടുപുഴയ്ക്ക് പോകുന്നത്. ആറാട്ടുപുഴയിൽ അവിടെ വിരാജിച്ചേർന്ന ശാസ്താവ് സാക്ഷാൽ വസിഷ്ഠനാണ്. വസിഷ്ഠൻ എന്ന് പറയുന്ന ഗുരുവിനെ കാണാനുള്ള പോക്കാണ് ഇദ്ദേഹത്തിൻ്റെത്. അങ്ങനെ പോയി അങ്ങനെ വസിഷ്ഠനെ കാണാനുള്ള പോക്ക്, അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെ കടന്നു വരുന്ന വിശ്വാമിത്രനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിശ്വാമിത്രന്റെ വരവ് വേറെ ഉദ്ദേശത്തോടു കൂടിയാണ്. താൻ നടത്തുന്ന യാഗത്തിൽ മാരീചനും സ്വഭാവവും ആക്രമിക്കുന്നു. യാഗം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെ വിട്ടുകിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിശ്വാമിത്രന്റെ വരവ്. വിശ്വാമിത്രൻ വന്ന് ഇക്കാര്യം ദശരഥനോട് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത പേടിച്ചറിഞ്ഞ് കേൾക്കുന്ന ആറ്റുതൊറ്റുണ്ടായ കുട്ടികളെ വിട്ടുകൊടുത്തുകൊണ്ട് അപകടത്തിലേക്ക് നയിക്കാനായിട്ട് യാതൊരാഗ്രഹവുമില്ലാത്ത ദശരഥ മഹാരാജാവ് പരിങ്ങി നിൽക്കുമ്പോൾ അവിടെ വസിഷ്ഠൻ വാസ്തവത്തിൽ ഇവരെ മെരുക്കിയെടുക്കുന്ന രംഗവും കൂടി നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് പഠിത്തമെല്ലാം തന്നെ കഴിഞ്ഞ് തിരിച്ചു പോന്ന ഈ രാമലക്ഷ്മണന്മാരിൽ രാമൻ എന്ന് പറയുന്ന അവതാര സ്വരൂപം വളരെ ഗ്ലാനി, ദുഃഖത്തോടു കൂടിയിരിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുകയാണ്. അപ്പൊ അത്തരത്തിൽ അധികം പ്രശ്നങ്ങളെല്ലാം തന്നെ കടന്നുകൂടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷിതമായ അവസ്ഥയിലാണ് വസിഷ്ഠ സുധ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗീത നമ്മൾ പഠിക്കേണ്ട ജ്ഞാനവസിഷ്ഠ. അപ്പൊ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന അവിടെ എന്നിട്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി പോരുന്നത്. അവിടെ വാസ്തവത്തിൽ വിശ്വാമിത്രന്റെ കൂടെ കടന്നു പോരുന്ന ഈ രാമലക്ഷ്മണന്മാര് താടയെ കൊല്ലുന്നു. സുബാഹു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അമ്പേറ്റ് മരിച്ചു. പക്ഷെ മാരീചൻ രക്ഷപ്പെട്ടുപോയി. പിന്നാലെ അഹല്യയ്ക്ക് മോചനം കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ജനകാലയത്തിൽ ചെന്നു. ത്രയംബകം എന്ന് പറയുന്നത് വില്ലൊടിച്ചു. എന്നിട്ട് ഭാര്യയായിട്ട് വിദ്യയെ സ്വീകരിച്ചു എന്നാണ് വിദ്യ. അപ്പൊ രാമന്റെ കൂടെയുള്ളത് വിദ്യയാണ്. വേറൊരു വെണ്ണമ്പിള്ളെ കിട്ടാൻ വേണ്ടിയിട്ട് വില്ലൊടിക്കാൻ നടന്നു എന്നുള്ള കഥയല്ല. അവിടെ ത്രയംബകം എന്ന് പറയുന്ന ശൈവജാപത്തിന്റെ പ്രത്യേകത വളരെ ശ്രദ്ധേയമാണ്. ശൈവജാപം 3 ഗുണങ്ങളെ, ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന ത്രിപുടിയെ, 3ആയിട്ടിരിക്കുന്ന അവസ്ഥയെ ത്രയംബകം എന്ന് പറയുന്ന ഒരു വില്ലിൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ട് അത് ഒടിച്ചു എന്ന് പറയുമ്പോൾ 3ആയിട്ട് നിൽക്കുന്നത് എല്ലാം തന്നെ ഇല്ലാതെയാക്കി എന്നാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഹനുമാനപ്പെടുത്താൻ കിട്ടും. എന്താണ് 3? ഇന്നലെയും ഇന്നും നാളെയും 3ആണ്. ഇന്നലെയും ഇന്നും നാളെയും. അതുപോലെ തന്നെ 3ആയിട്ട് നിൽക്കുന്നുണ്ട് ഉണർന്നിരിക്കുന്ന ഇപ്പോഴത്തെ ജാഗ്രത അവസ്ഥ,
രാത്രി ഉറക്കം വരുമ്പോഴുള്ള സുഷുപ്തി, അതിൻ്റെ ഇടയിൽ കാണുന്ന സ്വപ്നം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥ, അതും ഈ പറയുന്ന മൂന്ന്. അതുപോലെയാണ് രജോ ഗുണം എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ സൃഷ്ടി, അതുപോലെ താമസ ഗുണം എന്ന് പറയുന്ന രുദ്രന്റെ സംഹാരം, അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെതായിട്ടുള്ള പാലനം, അത് മൂന്നും മൂന്നാണ്. ഇതിനെ എല്ലാം തന്നെ നമ്മൾ സാങ്കേതിക സംജ്ഞ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ത്രിപുടി എന്നാണ്. കേട്ടിട്ടുണ്ടോ ത്രിപുടി? ഈ ത്രിപുടിയാണ് വാസ്തവത്തിൽ ത്രയംബകത്തിൽ നമ്മൾ കാണുന്നത്. അത് ഒടിക്കുന്നതോടെ മുടിയുന്നത് ഇല്ലാതെയാകുന്ന ത്രിപുടിയാണ്. അപ്പൊ ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറയുന്ന ഇല്ലാതെയായി, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന ഇല്ലാതെയായി, ഭൂതം വർത്തമാനം ഭാവി എന്ന് പറയുന്ന കാലങ്ങളില്ലാതെയായി, അതുപോലെ രാജസം സാത്വികം താമസം എന്ന് പറയുന്ന ഗുണങ്ങളില്ലാതെയായി. ഏതെല്ലാം മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ നാലാമതൊരു കാര്യമുണ്ടായി എന്നാണ്. ഈ നാലാമത്തെ കാര്യത്തിന്റെ പേരാണ് ചതുരീയ. നാലാമത്തേത് അതാണ് തുരീയ ആനന്ദം. അപ്പൊ നമുക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ഈ മൂന്നും ഇല്ലാതെയാകണം, ത്രിപുടി മുടിയണമെന്ന്. അതാണ് നടന്നത്. അപ്പൊ കിട്ടിയത് ആരെയാണ്? വിദ്യ എന്ന് പറയുന്ന സീതാദേവിയെ, ആനന്ദത്തിന് കാരണക്കാരിയായിരിക്കുന്ന മഹാമായയെ, മഹാവിദ്യയെ കിട്ടിയിട്ടാണ് ഈ രാമചന്ദ്രൻ അങ്ങോട്ടേക്ക് പോരുന്നത്. ആ ദേവിയെയാണ് ഇപ്പോൾ രാവണൻ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷാപക്ഷ ചുവട്ടിൽ വച്ചിരിക്കുന്നു എന്ന് ലങ്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചില്ല എന്ന്. ആ സീതാദേവിയെ കാണാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കഥാപാത്രമാണ് മാരുതി. എല്ലാവരും ഇങ്ങനെ തെക്കൻ ദിക്കിലേക്ക് പോകുന്ന അനവധി പേരുണ്ട്. പക്ഷേ അവരിൽ മാരുതിയെ മാത്രം വിളിച്ചുകൊണ്ട് എന്തേ ഈ ശ്രീരാമചന്ദ്രൻ തന്റെ മോതിരം കൊടുക്കാൻ കാരണം, ഒരടയാളവാക്യവും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താ? നല്ല ഉറപ്പുണ്ട്. ഈ ശ്രീരാമചന്ദ്രൻ കരയുന്നുണ്ട്, മാറത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്, പല പല പ്രശ്നങ്ങളും സുഗ്രീവനുമായിട്ട് തമ്മിൽ തല്ലുന്ന ലങ്കമെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കൂട്ടുനിൽക്കുന്ന വിഷ്ണു, ഈ പറയുന്ന ലക്ഷ്മണകുമാരൻ. അവിടെ എല്ലാം തന്നെ ചിന്തിക്കണം, ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല രാമൻ. രാമൻ സർവജ്ഞനായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാം തന്നെ രമിപ്പിക്കുന്ന ഈശ്വരസ്വരൂപിയായിരിക്കുന്ന രാമൻ നാടകം അഭിനയിക്കുകയാണ്. ഈ നാടകാഭിനയത്തിന്റെ വേളയിൽ ഇടയ്ക്ക് വന്ന് കിട്ടിയ ആ ദൂതൻ, ആ പറയുന്ന ഹനുമാന്, അയാൾക്ക് ഇതെല്ലാം തന്നെ സാധിക്കുമെന്ന് കണ്ടിട്ടാണ് തന്റെ അങ്കുലിയെ കൊടുക്കുന്നത്, അടയാളവാക്യം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ പോലെ ഒന്നുകൂടി കടന്നു ചിന്തിക്കണം. കാരണം നിങ്ങൾ പളന്നി അപ്പന്റെ മുമ്പിലാണ്. നിങ്ങൾ ഇരിക്കുന്ന പളന്നിയപ്പ. നിങ്ങൾ ഇരുന്നിങ്ങനെ ഉറങ്ങാൻ വിധിക്കപ്പെട്ടവരല്ല. നിങ്ങൾ കോട്ടുവായിട്ടിട്ട് കാലം കഴിക്കാൻ ഇരിക്കുന്നവരല്ല. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരാണ്. സാക്ഷാൽ പളന്നിയപ്പ, ജ്ഞാനപ്പളന്നിയപ്പ. ആ പളനിയപ്പന്റെ അല്ലെങ്കിൽ ആ പഴനി ആണ്ടവന്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സുബ്രഹ്മണ്യന്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ജ്ഞാനികളായേ മതിയാവൂ. സുബ്രഹ്മണ്യ സേവയിലൂടെയാണ് ഗുരുദേവൻ സിദ്ധനായത്, ചട്ടമ്പി സ്വാമികൾ സിദ്ധനായത്, വടക്കൻ പ്രദേശത്ത് പല പല സിദ്ധന്മാരുണ്ടായത്, തെക്കൻ പ്രദേശത്തും. അങ്ങനെ വടക്ക് തെക്ക് പ്രദേശങ്ങളിലെല്ലാം തന്നെ സിദ്ധന്മാരെ, 18 സിദ്ധന്മാരെ എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്ന പക്ഷം അവരെല്ലാവരും മുരുകന്റെ സേവയിലൂടെ, സാധനയിലൂടെ, ഉപാസനയിലൂടെ സിദ്ധന്മാരായവരാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് നമ്മൾ രാമായണം പറയുമ്പോൾ വെറുതെ കഥ പറഞ്ഞു പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ സീതാദേവിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടും നമ്മൾ അറിയണം. സീതാദേവി എന്ന് പറഞ്ഞാൽ വിദ്യ. ആ വിദ്യാദേവിയെ കാണാനായിട്ടുള്ള യോഗ്യത ആർക്കുണ്ട്? ഹനുമാനുണ്ട്. ഒന്നുകൂടിയായില്ലേ ഗ്രേഡ്. അപ്പൊ ഈ ഹനുമാന്റെ ഗ്രേഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വെറും ഒരു തോന്നൽ ചാടാൻ കഴിവുള്ളൊരു കൊരങ്ങൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ശ്രീരാമചന്ദ്രൻ അറിയാം ഇവൻ കേവനാണ്. ഇനി ഹനുമാനെ പറ്റി 2-3 കാര്യങ്ങൾ. അദ്ദേഹം ജനിക്കുന്ന ശിവ രേതസിൽ നിന്നാണ്. അഞ്ജനാഗർഭസംഭൂത എന്നെല്ലാം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അഞ്ജനയിലേക്ക് കടന്ന ശിവന്റെ രേതസ് അത് പരിണമിച്ചുണ്ടായതാണ് ഈ പറയുന്ന ഹനുമാൻ എന്ന് പറയുമ്പോൾ. ശിവപുരാണത്തിൽ ഇദ്ദേഹത്തെ പറയുന്ന രുദ്രാവതാരം എന്ന് തന്നെയാണ്. രുദ്രാവതാരം. അപ്പൊ രാമനാര നേരത്തെ പറഞ്ഞുറപ്പിച്ചു, രാമൻ ശിവൻ. അപ്പൊ രാമൻ ശിവനാണെങ്കിൽ രാമന്റെ ദൂതനാര? രുദ്രാവതാരം. നോക്കണേ ആ കൂട്ടുകെട്ട്. അപ്പൊ എല്ലാ തരത്തിലും രാമൻ ചെന്ന് സഖ്യത്തിൽ ഏർപ്പെടുന്നത് വാസ്തവത്തിൽ സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവനുമായിട്ട്. രാമൻ സൂര്യവംശത്തിൽ അതും ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക രീതിയിൽ അക്ഷരം പഠിച്ചേർന്നു. അതേ രീതിയിൽ മേടുഭോരീച്ചതർ എന്ന് പറയുന്ന രീതിയിൽ ഭാര്യഭർത്തക്കന്മാരെ പറയുന്ന രീതിയിൽ മാത്രമല്ല, ഈ പറയുന്ന ദൂതനായിരിക്കുന്ന ഹനുമാൻ സ്വാമി അദ്ദേഹം യോഗ്യനാണ്. എന്തുകൊണ്ട്? അദ്ദേഹം രുദ്രാവതാരമാണ്. ആരപ്പായി രുദ്രൻ? രുദ്രൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ബ്രഹ്മാവിന്റെ ബാലനേത്രത്തിൽ നിന്ന് ജനിച്ചതാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവ് ധ്യാനനിരതനായിട്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ പറയുന്ന 4 പുത്രന്മാർ, മാനസപുത്രന്മാർ എന്ന് പറയുന്ന സനകാദികൾ, അവർ ജനിച്ചപ്പോൾ അവരോട് സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുപിതനായി. അങ്ങനെ നെറ്റിയിരുന്ന വീണ്ടും ജനിക്കുന്ന നീലലോഹിതൻ എന്ന് പറയുന്ന രുദ്രനാണ് ആദ്യത്തെ അവതാരം രുദ്രൻ. ആ രുദ്രനോട് വീണ്ടും അങ്ങനെ സൃഷ്ടിക്കാൻ പറയുമ്പോൾ
രുദ്രന്മാർ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നു. ഭീകര സ്വരൂപങ്ങളോ പേടിപ്പെടുത്തുന്ന സത്വങ്ങളൊക്കെ ആയപ്പോൾ മതി മതി എന്ന് പറഞ്ഞു 11 രുദ്രന്മാര്, ഏകാദശ രുദ്രന്മാര്. അപ്പൊ ഇത്തരത്തിലെ രുദ്രാംശമാണ്, രുദ്ര അവതാരമാണ് രണ്ടുപേരും എന്ന് പറയുമ്പോൾ രാമനും തൻ ഭക്തരായിരിക്കുന്ന ഹനുമാനും അവർ തമ്മിൽ യോജിച്ചാൽ നടക്കാൻ പറ്റാത്ത യാതൊന്നും ഇല്ല. സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള ചുമതല അത്തരത്തിൽ ഹനുമാന്റെ തലയിലായി എന്ന്. ആ ഹനുമാനാണ് വാസ്തവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സുന്ദരകാണ്ഡത്തിൽ. സുന്ദരകാണ്ഡത്തിൽ ദൂതാണ്. അപ്പൊ ഏതൊരു ദൂതിനാണോ ഇത്രമാത്രം സൗന്ദര്യമുള്ളത്, ആ ദൂത് സൗന്ദര്യം ഉണ്ടാകാൻ എന്തേ കാരണം? നിങ്ങൾ സൗന്ദര്യലഹരി എന്ന് പറയുന്ന കൃതി നോക്കിയിട്ടുണ്ടോ? സൗന്ദര്യലഹരി ആദിശങ്കരൻ്റെത് എന്ന് പറയും. പക്ഷെ ആദിശങ്കരൻ അങ്ങനെ ഒരു കൃതി രചിച്ചിട്ടില്ല എന്ന് വീപനോളിയെ പോലുള്ള വ്യാഖ്യാതാക്കളെ വിമർശകർ പറയുന്നുമുണ്ട്. എന്തുമാകട്ടെ, എൻ്റെ നാട്ടുകാരൻ കാലടിക്കാരൻ എന്ന് പറയും, ചിലർ പറയും കർണാടകക്കാരനെന്ന്. നമ്മുടെ ആൾക്കാരെ പറ്റി മുഴുവൻ തർക്കുക. കാരണം എല്ലാ തരത്തിലും തർക്കിച്ച് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഹിന്ദു ആണെങ്കിൽ മലർന്ന് കിടന്ന് തുപ്പുകയും ചെയ്യും. നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അഭിമാനമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയപ്പെടുന്ന സൗന്ദര്യലഹരിയിലെ നാം കാണുന്ന സൗന്ദര്യം ദേവിയുടേതാണ്. ശിവൻ എന്താ പറഞ്ഞത്? ശിവനെ സുന്ദരരാജൻ അല്ലേ? സുന്ദരരാജൻ. അപ്പൊ സുന്ദരരാജനായിരിക്കുന്ന ശിവന്റെ ഇപ്പൊ മധുരയിലെ ആ സാക്ഷാൽ പെരുമാൾ, അദ്ദേഹം സുന്ദരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പൊ സുന്ദരിയാണ്. അപ്പൊ പാർവതി ദേവിയാണ് ഈ സുന്ദരി, ദേവിയാണ് സുന്ദരി. അപ്പൊ സുന്ദരിയായിരിക്കുന്ന ഒരു ദേവിയെ തേടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിട്ട ഹനുമാൻ എന്ന് പറയുന്ന ഒരു ദൂതൻ ആ ദേവിയെ കണ്ടുമുട്ടിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്കന്ധം, ഒരു പ്രത്യേക കാണ്ഡമായതുകൊണ്ട് നമ്മൾ ഇതിന് സുന്ദരകാന്ഡം. അപ്പൊ സുന്ദരകാന്ഡത്തിന് സൗന്ദര്യം ഏറെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എഴുത്തച്ഛൻ അതിന്റെ പദഘടന പോലും ആ രീതിയിലാക്കി. നമ്മൾ വളരെയേറെ നന്ദി പറയേണ്ട ഒരു കഥാപാത്രമാണ് എഴുത്തച്ഛൻ, രാമാനുജൻ എഴുത്തച്ഛൻ. കഴിഞ്ഞ വർഷം വന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ കാക്കതൂറി കിടക്കുകയായിരുന്നു. അതായത് ഈ തുഞ്ചൻപറമ്പിൽ അത് മഴ കൊണ്ട് അനേക വർഷമായി കിടക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ വർഷവും ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ പറയും. കാരണം ചെറുപ്പത്തിൽ ഈ പറയുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാമായണം വായിച്ചു തുടങ്ങിയപ്പോൾ അന്ന് മുതൽ എന്തെന്നില്ലാത്തൊരു പ്രതിപത്തി ഈ പറയുന്ന തുഞ്ചത്താചാര്യനോടുണ്ട്. അദ്ദേഹം നമ്മുടെ ഉള്ളിൽ കൂടെ പ്രവേശിക്കും, പ്രവർത്തിക്കും. ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങളും ഗുരുക്കന്മാരെയെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് അവരെയെല്ലാം തന്നെ പ്രതിഷ്ഠിക്കുന്ന പക്ഷം ഗുരുക്കന്മാർ നിങ്ങളിലൂടെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ ഉറങ്ങില്ല, ഉണർന്നിരിക്കും, ജാഗരൂകരായിട്ടിരിക്കും, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കും. ആധ്യാത്മികത എന്ന് പറയുന്നത് കരുതലാമലകം പോലെ നിങ്ങളുടെ കയ്യിലേക്ക് വരും, ഉള്ളം കയ്യിൽ നെല്ലിക്ക. അപ്പൊ അതേ രീതിയിൽ വരണമെങ്കിൽ ഗുരുക്കന്മാർ അനുഗ്രഹിച്ച് മതിയാവും. അങ്ങനെയുള്ള തേജസ്വിയായിട്ടുള്ള ഒരു ഗുരുവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരു ഗന്ധർവനായിരുന്നു, ശാപം കെട്ടി താഴത്തേക്ക് 7 ചക്കാലനായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു. നമ്പൂതിരിയായിരുന്നു അച്ഛൻ, എങ്കിൽ കൂടി ആരും അംഗീകരിച്ചില്ല. അന്ന് സംബന്ധമൊക്കെ നടക്കുന്ന കാലഘട്ടമാണല്ലോ. ഇന്നും അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംബന്ധമൊക്കെ. അപ്പൊ ഏതായാലും ഇത്തരത്തിലുണ്ടായ കുട്ടിക്ക് അംഗീകാരം കൊടുത്തില്ല എങ്കിൽ കൂടി അദ്ദേഹം സ്വയം അംഗീകാരം വാങ്ങിയെടുത്തു. നാരായണ ഭട്ടതിരിപ്പാട് എന്താണ് ചെയ്യേണ്ടത്, വാതരോഗം പോകാനെന്ന് ചോദിച്ചത് ഇദ്ദേഹത്തോടാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം നിസ്സാരമല്ല. അപ്പൊ നാരായണീയത്തിന് ഹേതുവായിരിക്കുന്ന ഉപദേശം കൊടുത്ത എല്ലാം കൊണ്ട് ശക്തനായിരിക്കുന്ന ഒരു ഗുരു ആ തുഞ്ചത്ത് രാമാനുജൻ പ്രത്യേക രീതിയിലുള്ള വൃത്തം തന്നെ, പദ ബാഹുല്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും സുന്ദരകാണ്ഡത്തിൽ. മലയാള ഭാഷ നിങ്ങൾക്ക് സംശുദ്ധമാകണമെങ്കിൽ ആ ഭാഷയ്ക്കെല്ലാം തന്നെ ഒരു പ്രാവീണ്യം, അല്ലെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്, അതെല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ അധ്യാത്മരാമായണം വായിച്ചേ മതിയാവും. എല്ലാവരുടെയും വീട്ടിൽ അധ്യാത്മരാമായണം ഉണ്ടോ? ചിലരാണങ്ങളില്ല. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ രാമായണം എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം അടുത്ത വർഷം നമ്മൾ നടത്തണം. എല്ലാ വീട്ടിലും എത്തിക്കുകയും അവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുക. രാമായണം വായിക്കാൻ ആദ്യം ഈ തത്തമ്മ പൂച്ച പൂച്ച എന്നൊക്കെ വായിക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ചുക്കുമു ളകുതി പല്ലി, ചെറുപ്പകാലത്ത് കേട്ട ചുക്കുമു ളകുതി പല്ലി, അങ്ങനെയൊക്കെ ഞാനും അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങിയത്. അപ്പൊ എല്ലാ തരത്തിലും പണ്ടത്തെ വായന, അത് വായിച്ചു നമ്മളിത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോരും. വാണക്കുറ്റിയുടെ കഥ കഴിഞ്ഞാണ് ഒന്നൊക്കെ സൂചിപ്പിച്ചു എന്നാണ് ഓർമ്മ. ഭർത്താവ് ഇങ്ങനെ കർക്കിടക 1-ാം തീയതി രാമായണം വായിക്കാൻ എടുത്തപ്പോ രാമായണത്തിന്റെ ചില ഭാഗങ്ങളിലും തന്നെ ചിതല് നിന്ന് പോയിരിക്കുന്നു. വായിച്ചു തുടങ്ങിയപ്പോ രാവണാന്തം കാരാമ എന്ന് വായിച്ചു. രാവണാന്തം കാരാമ. അപ്പൊ അവിടെയെല്ലാം തന്നെ ദ്വാരം വേണ്ടിയിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. നമ്മൾ രാമായണത്തെ പറ്റി വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ അത് ചതിലുന്നതായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ദ്രവിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണെങ്കിലും നമുക്ക് ഏത് വാക്കാണ് അവിടെ ഇല്ലാതെ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരില്ല. നമ്മുടെ ഭാഷയ്ക്ക് ഇത്രമാത്രം പ്രൗഢി, മലയാള ഭാഷ ഇത്രമാത്രം ഗംഭീരമായത് ഇദ്ദേഹത്തെ തുടർന്നാണ്.
മലയാള ഭാഷയ്ക്ക് വാക്കുകളുടെ പാപ്പരത്വം ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ മാറിയിട്ട് വാക്കുകൾ നമ്മൾ കടമെടുത്തതെന്നൊന്നും പറയരുത്. സംസ്കൃത പദങ്ങളായാലും ഇതര പദങ്ങളായാലും അതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ ഇത്രമാത്രം സുന്ദരമാക്കിയ ആ തുഞ്ചത്താചാര്യനെ നമുക്ക് വളരെയേറെ മനസ്സ ശിരസ എല്ലാ തരത്തിലും തൊഴുതുകൊണ്ട് സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വര വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യവാദം കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം. അങ്ങനെയുള്ള രാമായണത്തിൻ്റെ ആമുഖം കുറിച്ചതാണ്. ഏത് സന്ദർഭത്തിൽ ഇനി അടുത്ത കൊല്ലം വരേണ്ടി വന്നാലും ഞാൻ ഇതെല്ലാം തന്നെ ഉറപ്പിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ എഴുന്നേറ്റു നടുവേദന എന്നൊക്കെ പറയില്ലേ പറയാ. അപ്പൊ ഏതായാലും നമ്മൾ കേട്ടിട്ട് മനസ്സിലാകാതെ വരുമ്പോഴും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാനുള്ള കഴിവുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വയനാട് ഇത്രമാത്രം ഭൂകമ്പമെല്ലാം തന്നെ സൃഷ്ടിച്ചതുകൊണ്ട് നഷ്ടമാർക്കാണെന്നറിയാമോ? കാട്ടാനയ്ക്കും അവിടെയുള്ള കാട്ടുജാതിക്കാർക്കുമാണ്. അവിടെ വാസ്തവത്തിൽ കടന്നു കയറി അതിക്രമങ്ങൾ കാണിച്ച എന്നെ പോലുള്ള ഈ സവർണര്, നിങ്ങളുടെ കയ്യിലും ഇല്ലേ സവർണര്? അപ്പൊ ഈ സവർണരെന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ പട്ടയം വാങ്ങാനും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെയൊക്കെ വെട്ടിപ്പിടിക്കാനും നടന്നതിന് പ്രകൃതി കൊടുത്തൊരു കൂലിയായിട്ട് അതിനെ കാണണം. അല്ലാതെ ഈ പറയുന്ന ഗിരിവർഗക്കാരോ അങ്ങനെയുള്ളവരാരെങ്കിലും വെള്ളത്തിൽ കുഴിച്ചോ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. വാസ്തവത്തിൽ ഒരു കാട്ടാന മറ്റു രണ്ടാനകളോടൊപ്പം ഒരു സ്ത്രീയെയും രണ്ട് കുട്ടികളെയും കാത്തു നിൽക്കുന്ന, രാത്രി മുഴുവൻ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മളെ കണ്ണുറപ്പിക്കുന്ന പക്ഷം നമ്മൾ പ്രകൃതിയെ സേവിക്കും, സ്നേഹിക്കും. അതുമില്ല. അപ്പൊ എല്ലാ തരത്തിലും സ്വയംകൃത അനർത്ഥം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് കൊണ്ടാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭാഗം നമുക്ക് ഏതായാലും സീതാദേവിയെ കാണുന്ന ആ രംഗമെല്ലാം തന്നെ നമുക്ക് ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മരക്കൊമ്പിലിരിക്കുന്ന ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു സന്ദർഭം, മരക്കൊമ്പിലിരിക്കുന്ന കീടസദൃശമായിട്ട് ശരീരമെല്ലാം തന്നെ ചെറുതാക്കി ഇരിക്കുന്ന ഹനുമാൻ. ഹനുമാൻ സിദ്ധനായത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എന്താ നിങ്ങൾ പഠിക്കുന്ന സിദ്ധികൾ? അണിമ മഹിമാദൈവ ലഘിമ ഗിരിമാതത ഈശത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രാകാശ്യം യവജ അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ. ഇതെല്ലാം തന്നെ സിദ്ധമായിട്ടുള്ള ഒരു ഭക്തരാണ് ഈ ഹനുമാൻ സ്വാമി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതാകാം, അങ്ങനെ അണോരണീയാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം സൂക്ഷ്മമായിട്ട്, അതുപോലെ ബൃഹത്തായിരിക്കുന്ന ഒരാകാരം മഹതോ മഹീയാൻ അതും അദ്ദേഹത്തിന് സാധ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധികളുള്ള അദ്ദേഹം ഒരു കീടസദൃശമായിട്ട് മരക്കൊമ്പിലിരുന്നു കൊണ്ട് കാഴ്ചകൾ കാണുകയാണ്. പലയിടത്തും ഇങ്ങനെ അന്വേഷിച്ചു നടന്നിട്ട് തന്റെ സീതയെ, തന്റെ യജമാനായിരിക്കുന്ന രാമന്റെ ഭഗ്നിയായിട്ടുള്ള സീതയെ കണ്ടുമുട്ടാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ സീതയെ അവിടെ ഉറപ്പിക്കുന്നത് ഈ പറയുന്ന വൃക്ഷച്ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, തലയും കൊമ്പിട്ടിരിക്കുന്ന സീതാദേവിയെ കണ്ടിട്ട് ഉറപ്പിച്ചിട്ടാണ് ആ മരത്തിന്റെ കൊമ്പിൽ അയാൾ ഇരുന്നത്. അവിടെയാണ് ഏതായാലും രാവണന്റെ ഒരു വരവ്. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. രാവണന്റെ വരവ് എന്ന് പറഞ്ഞാൽ രാവണൻ സുന്ദരനായിട്ട് വേഷവിധാനങ്ങളോടുകൂടി സീതാദേവിയെ ഒന്ന് സ്വന്തമാക്കാനായിട്ട് പോരുകയാണ്. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ട് ഞാൻ. രാവണന്റെ സോളിലോക്കി. എന്തി സോളിലോക്കി? ഒരു സ്വഗതം, ആത്മഗതം, തന്നത്തം. രാവണൻ രാക്ഷസനല്ലേ? അല്ലെങ്കിൽ രാവണൻ ഇപ്പോഴത്തെ നീചയോനിയിൽ ജനിച്ച വാസ്തവത്തിൽ തരംതാണ ഒരു ജീവിയല്ലേ? എന്നിട്ടും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം അത്രത്തിലല്ല, രാവണനെ ബ്രാഹ്മണൻ തന്നെയായിട്ടാണ് കാണേണ്ടത്. രാവണൻ ബ്രാഹ്മണനാണ് എന്ന് മാത്രമല്ല ശൈവ സമ്പ്രദായത്തിൽ അങ്ങേയറ്റത്തെ പദവി അലങ്കരിക്കുന്നവനാണ്. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. കൈലാസം എന്ന് പറയുന്നത് നമുക്ക് കയറാൻ പോലും പറ്റുന്നില്ല. ഇപ്പോ ചൈനക്കാരുടെ ആധിപത്യത്തിലായതുകൊണ്ട് മാത്രമല്ല അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ചുറ്റും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈ പറയുന്ന മാനസരസിൽ ഒരു പക്ഷേ നമുക്ക് പോകാം, മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന കൈലാസം എടുത്ത് അമ്മാനമാടി എന്ന് പറയുമ്പോൾ രാവണനല്ല, ഏറ്റവും ബൃഹത്തായിരിക്കുന്ന ഈ പറയുന്ന ഹിമാലയ സാനുക്കളിൽ ഉത്തുംഗ ശൃംഗം എന്ന് പറയുന്ന കൈലാസത്തെ എടുത്ത് അമ്മാനമാടുക.
രണ്ട് കൈയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് അതിലധിവസിക്കുന്ന ശിവനും പാർവതിയും എല്ലാം തന്നെ ഇങ്ങനെ ഇളകിയാടുന്ന രീതിയിലേക്ക് അവരെയിട്ട് വെപ്രാളപ്പെടുത്തുന്ന രീതിയിൽ രാവണൻ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം യോഗ്യനായിട്ടുള്ള ശൈവനാണ് ഇയാൾ. ഇയാളുടേതായിട്ടുള്ള ഭുജംഗം തന്നെ കേൾക്കാറില്ല. ഭുജംഗം ചടപട നല്ല ശക്തമായിട്ടുള്ള വാക്കുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ശിവനെ സ്തുതിക്കുന്നത്. അപ്പോൾ തികഞ്ഞ ഒരു ശൈവനാണ്. ഒരു കാര്യം കൂടി ഒന്ന് നിങ്ങൾ തലയിൽ കയറ്റാമോ? സുബ്രഹ്മണ്യന്റെ മുമ്പിലായതുകൊണ്ട് കൈലാസം എന്ന് പറഞ്ഞാൽ തലയിൽ കയറ്റാൻ പറഞ്ഞ പോലെ തലയാണ്. അപ്പോൾ നിങ്ങളുടെ തലയാണ് ഈ കൈലാസം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ആ തലയെടുത്ത് നിത്യവും അമ്മാനമാടണം. അതെങ്ങനെയാണപ്പാ? വാക്കത്തി എടുത്ത് കഴുത്ത് വെട്ടി മാറ്റിയിട്ട് അല്ലെ ആ തലയെടുത്ത് രണ്ട് കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടണമെന്നല്ല. ഞാൻ ഈ ഇടയ്ക്ക് വാസ്തവത്തിൽ എൻ്റെ മകൾക്ക് എന്തെന്ന് ഈ പറയുന്ന ഏതാണ്ട് ഒരു രോഗം വന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ച ഒരു വിദ്യയുണ്ട്. ഈ തല ഇങ്ങോട്ടേക്ക് ഓം ഗുരുഭ്യോ നമ. നിങ്ങൾ കണ്ടോ? ഇവിടെ ഗുരു ഇടത്തെ തോളില്. ലളിതാ സഹസ്രനാമത്തിൽ വിശുക്രപ്രാണഹരണ രണ്ട് അസുരന്മാരാണ് രണ്ടിടത്തുണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇടത്തെ തോളിൽ ഗുരു ഓം ഗുരുഭ്യോ നമ. ഉടനെ വലത്തെ തോളിലേക്ക് ഓം ഗണപതയേ നമ. തലയിലേക്ക് ഓം ഗുരുഭ്യോ നമ. താഴത്തേക്ക് ഓം ഗണപതയേ നമ. നിങ്ങളൊന്ന് ശീലിച്ചു നോക്കൂ. തലയ്ക്ക് എന്തെന്നില്ലാത്തൊരു ഉണർവ് കിട്ടും. തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ട് അത്തരത്തിൽ തലയ്ക്കൊരു എക്സസൈസ് കൊടുക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഗുരുവിനെയും ഗണപതിയെയും സ്മരിച്ചുകൊണ്ട് താഴത്തും തലയിലും ഇടത്തും വലത്തും അത്തരത്തിൽ നമ്മളൊരു പ്രത്യേക എക്സർസൈസ് ആ വ്യായാമം ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള മാറ്റം മാത്രമല്ല മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും അതിനേക്കാൾ ആധ്യാത്മികമായിട്ടും മാറ്റം വരും. ഇതാണ് കൈലാസമെടുത്ത് അമ്മാനമാടല്. തലയെടുത്ത് അമ്മാനമാടല് പറ്റുമോ? അത് നിത്യം ചെയ്തു നോക്കൂ. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത പ്രകാശം കാണാം. മുരുകനാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന കാണാം. ഗുരുവായൂരപ്പനും ഒപ്പം വരുന്ന കാണാം. തൃപ്രയാർത്തേവരും വേറെ വേഷം കെട്ടി വരുന്ന കാണാം. ഈ വേഷം കെട്ടിയവരെല്ലാം തന്നെ ഒന്നായി തീരുന്ന കാണാം. അവിടെയാണ് ഏക സദ്വിപ്ര ബഹുതാവതന്ത്യം എന്ന് പറയുന്ന ആത്മഭാവം, സനാതനത്വം. അതെല്ലാം തന്നെ നമുക്കറിയണമെങ്കിൽ തല നേരെയാകട്ടെ. ഇനി പിള്ളേരെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട സാധനങ്ങൾ അതെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ദൈനംദിന കൊച്ചുകുട്ടികൾ 17-18 പ്രായമുള്ളവരെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് വരപ്പെട്ട് കോടതിയിൽ വന്നിങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ സങ്കടം തോന്നും. അവരുടെ തല നേരെയല്ല. ആ തലയെല്ലാം തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് മരോട്ടിക്ക തിന്ന കാക്കയുടെ പോലെ എന്ന് പറയും. ഇവിടെ മരോട്ടിക്ക ഉണ്ടോ? ഇവിടെ കാക്കയുണ്ടോ? കാക്ക മരോട്ടിക്ക തിന്നാൽ പണ്ടത്തെ കഥയാണ്. അന്ന് മരോട്ടിക്കൊന്നും വേണ്ട ആർക്കും. ആ മരോട്ടിക്ക തിന്ന കാക്കയുടെ കൂട്ടിങ്ങനെ ചത്തയാരി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വസന്ത ബാധിച്ച കോഴിയെ പോലെ തലയൊക്കെ ഇങ്ങനെ കൊമ്പിട്ട്. അപ്പൊ അതേ രീതിയിൽ നടക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ തലയുടെ പ്രാധാന്യം മറന്നുപോയി. ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ എന്ന ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന കഴുത്തിന് മേൽപോട്ടേക്കുള്ള തല അതിനെ വേണ്ട രീതിയിൽ നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് മയക്കുമരുന്നും കഞ്ചാവും കള്ളും വെള്ളവും അതൊന്നും കഴിക്കാതെ ആഹാരപദാർത്ഥങ്ങൾ വയറ്റിന് ഉതകുന്നത് വൃത്തികെട്ട സാധനങ്ങളൊന്നും കഴിച്ച് വയറിന് അരോചകത്വം അല്ലെങ്കിൽ ഈ പറയുന്ന അജീർണം വന്ന് അല്ലെങ്കിൽ ദഹനക്കേട് വന്നിട്ട് തലയെ ബാധിക്കുന്ന രീതിയും വരാൻ പാടില്ല. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തെ മെരുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വന്നേ മതിയാവൂ. ഇവിടെയും കൈലാസമാടിയ രാവണനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. ആധ്യാത്മിക ദശയിൽ ഏതൊരു ചെറിയ വിഷയം എടുത്താലും പേജുകൾ എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ? വേദവ്യാസരും പരാശരരും അതുപോലെ സുഹൃത്തികൾ അവരുടെ പരമ്പരയും അവരിട്ട് തന്നിരിക്കുന്ന വിദ്യയാണ് നമുക്കുള്ളത്. നിസ്സാരമായിട്ടുള്ളൊരു കിതാബല്ല. ഒരു ചെറിയ കിതാബ് കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായക്കാരല്ല നമ്മൾ. നമ്മളിൽ വന്നുകൂടിയിരിക്കുന്ന അനർഘരത്നങ്ങൾ അനവധിയാണ്. ഒരു കൊട്ടയ്ക്ക് തലയിൽ വെച്ച് വന്നുകൊണ്ട് നടക്കാവുന്നത്ര സംഗതികൾ നമ്മുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. പിടുത്തം കിട്ടുന്നുണ്ടോ? അപ്പൊ തലയിട്ട് അമ്മാനമാടി എന്ന് പറയുന്ന രാവണൻ ചെയ്തത് എന്താ? തലയെ വേണ്ട രീതിയിൽ ക്രമീകരിച്ചു, ചിട്ടപ്പെടുത്തി. പുസ്തകജ്ഞാനം പോരാ, മസ്തകജ്ഞാനം വേണമെന്ന് നേരത്തെ പറഞ്ഞതിന് തുല്യമായിട്ട് തലയിലേക്കെല്ലാം തന്നെ കയറ്റിയിട്ട് സാക്ഷാൽ ശിവപെരുമാളെ ആരെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്നേ അർത്ഥമുള്ളൂ. കൈലാസം തല, ശ്രീകോവിൽ തല എന്ന് തക്ഷ്യശാസ്ത്രത്തിൽ പറയും. തന്ത്രശാസ്ത്രവും ദക്ഷശാസ്ത്രവും വെച്ച് ഈ ക്ഷേത്രമെല്ലാം നിർമ്മിക്കുമ്പോൾ ഇവിടെ മുരുകന്റെ ആലയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശ്രീകോവിൽ അത് തലയാണ്. ശ്രീകോവിൽ തലയാണ്. അടുത്ത ബലിവട്ടം തൻ മുഖം. അത് കഴിഞ്ഞിട്ട് ചുറ്റും ഈ പാകിയിരിക്കുന്ന ബലിക്കള്ളികൾ അതെല്ലാം തന്നെ അത് ചുറ്റും ഏലും ചുറ്റമ്പലം കൈകൾ എന്നൊക്കെ സാക്ഷാൽ മണ്ഡപം, കണ്ടം, അതാണ് മണ്ഡപം എന്നെല്ലാം പറയുന്ന രീതി. അപ്പൊ തലയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ശ്രീകോവിൽ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഇരിക്കുന്ന ആ തലയെ എടുത്ത് അമ്മാനമാടി രാവണൻ എന്ന് പറയുമ്പോൾ ഈശ്വര സങ്കേതത്തെ സാക്ഷാത്കരിച്ചുവെന്ന് വേണ്ട രീതിയിൽ തലയെ വിനിയോഗിച്ചു.
നമ്മൾ തലകുത്തി നടന്നിട്ട് കാര്യമില്ല. തലകുത്തി നടക്കുന്നവനെ ഉത്താനപാതൻ എന്ന് പറയും ഭാഗവതത്തില്. അതായത് ധ്രുവനുണ്ട്, ഉത്തമനുണ്ട്, 2 മക്കളുണ്ട്. പക്ഷേ സുരുചി എന്ന് പറയുന്ന ഉത്തമന്റെ അമ്മയോടാണ് താല്പര്യം. ധ്രുവന്റെ അമ്മയായിരിക്കുന്ന സുനീതിയോട് താല്പര്യമില്ല, നീതിയോട് താല്പര്യമില്ല, നീതി കേടിനോട് താല്പര്യം. സൗന്ദര്യത്തിന്റെ പിന്നാലെ ഓടി നടക്കുന്ന തല, ആ തല ഉത്താനപാതന്റേത്. തല കേൾക്കണം തൂക്ക് ഉത്താനപാതൻ. അപ്പൊ തല താഴത്തേക്ക് പോകാതെ തല മുകളിലേക്ക് തന്നെ വരണം. അതിനു വേണ്ടിയിട്ടാണ് മരാമര. അല്ലയോ കാട്ടാള, നിന്റെ തല ഇപ്പൊ താഴത്തേക്കാണ്, അസംസ്കൃതമായിരിക്കുന്ന ഭാവമാണ്. നീ മരാമര എന്ന് ജപിച്ച് രാമാരാമ എന്ന് എത്തുമ്പോൾ നിനക്ക് ബോധ്യമാകും ഈ തല നേരെ നിൽക്കും, നേരെയാകും. തല നേരെയാക്കാനുള്ള വിദ്യയാണ് എന്ന് ചുരുക്കം. അങ്ങനെയുള്ള രാവണനാണ് ഇവിടെ വാസ്തവത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവണൻ പുറപ്പെടുന്നതിന് മുമ്പ് സ്വയം ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭൂതി നുകരുകയാണ്. സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ട് ഞാൻ നിശിതതര ശരശകലിത അങ്കനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരദൻ അജൻ അമരും അമൃതാനന്ദപൂർണമം വൈകുണ്ഠരാജ്യം എനിക്കെന്നോ കിട്ടുന്നു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. രാവണൻ അറിയാം ഞാൻ എവിടെ നിന്നാ പോകുന്നത്. ജയവിജയന്മാരുടെ 2ാമത്തെ ജന്മമാണെന്ന് അറിയാം. ഞാൻ ആദ്യം ജനിച്ച ഹിരണ്യകശിപു എന്ന് പറയുന്ന വേഷമെല്ലാം തന്നെ ഞാൻ അഴിച്ചു വെച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെ അവിടെ വരാഹമായിട്ടും നരസിംഹമായിട്ടും വന്നപ്പോൾ ഇപ്പോൾ രാമനായിട്ട് അവതരിച്ചത് ഇദ്ദേഹം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ എന്നാണ് ഈ വൈകുണ്ഠ രാജ്യത്തേക്ക് പോവുക. ഈ മുകുന്ദൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷാൽ വൈകുണ്ഠവാസിയായിട്ടുള്ള ഈശ്വരന്റെ കൂർത്തുമൂർത്തായി ശരങ്ങൾ ഏറ്റുകൊണ്ട് ഞാൻ എൻ്റെ സ്വധാമത്തിലേക്ക് എന്ന് പോകും. സ്വന്തം വീട്ടിലേക്ക് എനിക്കിന്ന് പോകാൻ കഴിയുമെന്ന്. ഇത് ഏറ്റവും അണ്ടർലൈൻ ചെയ്യേണ്ട രാവണന്റെ പുറപ്പാടിൽ തുടക്കത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വന്നിട്ട് സകല വേഷവിധാനങ്ങളോടുകൂടി രാവണൻ വാസ്തവത്തിൽ അഴകിയ രാവണൻ എന്ന് പറയും കഥകളിയിൽ. അഴകിയ രാവണന്റെ പുറപ്പാട്. അതുപോലെ തന്നെ ഇവിടെ രാവണന്റെ ഇച്ഛാഭംഗം. അവിടെ വന്നപ്പോൾ വാസ്തവത്തിൽ സീതാദേവി തല ഉയർത്തി നോക്കുന്നില്ല. തല ഉയർത്തി നോക്കാത്തത് എന്താ? ഒരു പുരുഷന്റെയും മുഖം ആ മുഖമായിട്ട് സ്ത്രീകളുടെ മുഖം പരസ്പരം അഭിമുഖമാകാൻ പാടില്ല. അത് പഴയ ഈ സമ്പ്രദായത്തിലെ പാതിവൃത്യത്തിന്റെ ഒരു ഭാഗമാണ്. പണ്ടത്തെ പതിവ്രതകൾ ഈ പരപുരുഷന്മാരെ ഇങ്ങനെ തുറിച്ചു നോക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സംവദിക്കാനോ പോവുകയില്ല. പാതിവൃത്യം കേട്ടിട്ടുണ്ടോ? ഇല്ല.